ഈ ചെറിയ യൂട്യൂബ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന മങ്കി പസിൽ, നദീം ദ അമോർ, ഇരുതലച്ചി എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ചിത്രശലഭത്താണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയുടെ തലയും പിൻഭാഗവും കണ്ടാൽ ഒരുപോലിരിക്കും. വളരെയധികം സാമ്യതയുണ്ട്. മുൻവശത്തെ കണ്ണിന് അടുത്തുള്ള ആന്റണിയും അതുപോലെ പിൻചിറകിലെ നേർത്ത 4 വാലുകളും കാണുമ്പോൾ ഇത് തലയേത് വാലേത് എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും. അതാണ് ഇതിൽ മങ്കി പസിൽ എന്നുള്ള പേര് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇവയുടെ ശത്രുക്കൾക്ക്, ഇരപിടിയന്മാർക്ക് പസിൽ ചെയ്യുന്ന രൂപമാണ് ഇവയ്ക്ക്. ഇവയുടെ മുൻഭാഗം എന്ന് കരുതി പിൻഭാഗത്ത് പിടികൂടി ചിറകുകൾ നഷ്ടപ്പെട്ട് ഇവ രക്ഷപ്പെട്ടു പോരുകയും ചെയ്യുന്നു. മങ്കി പസിൽ കാണാൻ അഴകുള്ള ഒരു ചെറിയ ചിത്രശലഭമാണ്. ഇവ വിശ്രമിക്കുമ്പോഴും തേൻ കുടിക്കുമ്പോഴും വളരെ സാവധാനത്തിലാണ് തേൻ കുടിക്കുക. അപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ഇവയെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവയുടെ ആഹാരച്ചെടികളായ തെറ്റി, മാവ്, ചമ്പയ്ക്ക എന്നിവ നമ്മുടെ നാട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും സ്ഥിരം സന്ദർശകനായിരിക്കും മങ്കി പസിൽ, ഇരുതലച്ചി. ഇവയെ നിങ്ങൾക്ക് കാണാൻ വളരെ എളുപ്പമാണ്. വളരെ നന്നായി കാണാൻ, നിരീക്ഷിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇവയുടെ വന അതിർത്തികളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും എവിടെയും ഇവയെ കാണാം. ഇവ വളരെ ഊർജ്ജസ്വലമായ ചിത്രശലഭമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്ന നീലിശലഭ കുടുംബത്തിൽപ്പെട്ട ലൈസാനിഡെ കുടുംബത്തിൽപ്പെട്ട ഒരു ചിത്രശലഭമാണ്. മങ്കി പസിൽ is one of the common butterfly belongs to Lycaenidae family, seen in forest, fringes of forest, villages, urban areas, in gardens of cities and backyards. വളരെ നന്നായിട്ട് നമുക്ക് നിരീക്ഷിക്കുവാനും കാണുവാനും നമുക്ക് അവയെ മനസ്സിലാക്കുവാനും കഴിയും. വളരെ വേഗത്തിൽ പറന്നു പോകത്തില്ല. നമുക്ക് വളരെ സാവധാനം ഇവയെ നിരീക്ഷിക്കാം. വിശ്രമിക്കാൻ നേരം വളരെ നേരം ഇലയിലിരിക്കും. പതുക്കെ ചിറകുകൾ ഇങ്ങനെ പിൻഭാഗം ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവ ചിറക് വിടർത്തി വെയിൽ കായുകയും ചെയ്യാറുണ്ട്. വളരെ നന്നായി നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചിത്രശലഭമാണ്. ഈ വീഡിയോയിലൂടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ നിരീക്ഷിക്കുക, കാണുക. നിങ്ങൾക്ക് ഇവയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ അറിയിക്കുക. ഈ യൂട്യൂബ് വാച്ച് ചെയ്തതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.